അപ്പൊ നമ്മള് മുഖപ്രസംഗം, ഉപന്യാസം, ആസ്വാദനക്കുറിപ്പ് എന്നിവ തയ്യാറാക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് നോക്കാൻ പോകുന്നത്. ഉപന്യാസത്തിന് പ്രധാനമായിട്ടും 3 ഭാഗങ്ങളായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. ആദ്യം നിങ്ങൾ തലക്കെട്ട് കൊടുക്കണം. ഇതിപ്പോ മുഖപ്രസംഗമാണെങ്കിലും ഉപന്യാസമാണെങ്കിലും തലക്കെട്ട് കൊടുക്കാൻ മറക്കരുത്. ഈ രീതിക്ക് എന്താണ് തലക്കെട്ട് എന്ന് പറയുന്നത് വളരെ ഹ്രസ്വമായിരിക്കണം, ചെറുതായിരിക്കണം, അനുയോജ്യമായിരിക്കണം, വളരെ ലളിതമായിരിക്കണം, മനോഹരവും ആകർഷകവുമായിരിക്കണം. ഇപ്പൊ ദുരന്തലഹരി, മിഴി നനയാതെ, ഇരട്ടി ജാഗ്രത മതി, അരക്ഷിതമാകുന്ന എന്താ പറയുന്ന വാർദ്ധക്യം ഓർ സമൂഹം, ഇങ്ങനെയൊക്കെ കൊടുത്തുകൊണ്ട് നല്ലൊരു തലക്കെട്ട് കൊടുക്കാവുന്നതാണ്. അപ്പൊ ആദ്യം ശ്രദ്ധിക്കേണ്ടത് തലക്കെട്ടാണ്. രണ്ടാമത് ആമുഖം. ആമുഖം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ പഠിച്ച പാഠഭാഗത്തെ അല്ല വിശദീകരിക്കേണ്ടത്. എന്താണ് ചോദ്യം? യുദ്ധവും സ്ത്രീയും എന്നൊക്കെ ഒരു വിഷയമാണെങ്കിൽ അതിൽ യുദ്ധത്തെ കുറിച്ചിട്ട് അല്ലെ, നമ്മുടെ എന്താ പറയാ, എന്താണ് യുദ്ധം, യുദ്ധം വരുത്തി വെക്കുന്ന വിനാശങ്ങൾ എന്താണ്, അതുപോലെ തന്നെ അത് മനസ്സിലാക്കി തരുന്ന ഒരു പാഠമാണ് ഏത്, അല്ലെങ്കിൽ ഒരു ചരിത്രമാണ് ഏത്, നമ്മുടെ കുരുക്ഷേത്ര യുദ്ധം എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ പാഠഭാഗത്തിലേക്ക് വന്ന് വിശദീകരിക്കുക. അതുപോലെ തന്നെ അതിലെ കോട്ടിങ്സ്, യുദ്ധം വരുത്തി വെക്കുന്ന വിനാശങ്ങൾ, പാഞ്ചാലി, ഗാന്ധാരി തുടങ്ങിയിട്ടുള്ള സ്ത്രീജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ, അങ്ങനെ പറഞ്ഞിട്ട് കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ, ഇതൊക്കെ ആയിരിക്കണം നിങ്ങൾ അവിടെ വിശദീകരിക്കേണ്ടത്. എന്നിട്ട് അവസാനത്തെ പാരഗ്രാഫിൽ എന്ത് എഴുതണം? ഇന്നത്തെ സമൂഹത്തിൽ ഈ ഒരു പാഠഭാഗത്തിനുള്ള പ്രാധാന്യം എന്താണ്, ഇന്നത്തെ സമൂഹത്തിലും ഇതേ യുദ്ധക്കെടുതികൾ തന്നെയാണോ ഉള്ളത്, അല്ലെ നമ്മുടെ ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം, ഇതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുകൊണ്ട് ഇനിയൊരു യുദ്ധം നമുക്ക് വേണ്ട, അല്ലെ യുദ്ധം വിനാശത്തിനാണ്, ഇനിയൊരു യുദ്ധം വേണ്ടേ വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അവസാനിപ്പിക്കാം. ഇങ്ങനെ 6 മാർക്കിനാണെങ്കിൽ 6 മാർക്കിനായിരിക്കും ഉപന്യാസം. ഈ ഒരു ഭാഗവും കൂടെ നിങ്ങൾ എഴുതാൻ വേണ്ടി ശ്രമിക്കണം. അപ്പം 3 പാരഗ്രാഫ് ആക്കിയിട്ട് എഴുതുക. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം തലക്കെട്ട് നിങ്ങൾ നല്ല രീതിക്ക് എഴുതണം. മുഖപ്രസംഗം എന്ന് പറയുന്നത് എന്താണ്? പ്രസംഗിക്കുന്നതല്ല, മറിച്ച് എന്താണ്, അതൊരു പത്രവാർത്തയാണ് എന്നുള്ളത് നിങ്ങൾക്ക് ആദ്യം ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തലക്കെട്ടി പറഞ്ഞതുപോലെ തന്നെയാണ്, അല്ലെ, നമ്മൾ ഉപന്യാസം എഴുതുന്നത് പോലെ തന്നെയാണ്. അതിലെന്ത് വേണം? ആമുഖം വേണം, വിഷയാവതരണം വേണം. ഇതിൽ കുറച്ചുകൂടെ വ്യത്യാസം എന്ന് പറയുന്നത് വസ്തുനിഷ്ഠാപരമായിരിക്കും. കണക്കുകൾ, കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്കറിയാലോ. ഒരു പത്രത്തിൽ വാർത്ത നൽകുന്ന നേരം നമ്മൾ 2018 ഇങ്ങനെയായിരുന്നു, പക്ഷേ 24ലേക്ക് ഇത്ര കണക്ക് കൂടി, അങ്ങനത്തെ എന്താണ് സ്ഥിതി വിവര കണക്കുകളൊക്കെ നമുക്ക് രേഖപ്പെടുത്താം. അപ്പം അതുപോലെ തന്നെ സമീപകാല സംഭവങ്ങൾ, വാർത്തയുടെ രീതിയുടെ ആവിഷ്കരണം, ഇതൊക്കെ പറയണം. പിന്നെ വിഷയത്തിന്റെ പ്രാധാന്യം, അതിന്റെ ഗുണം, ദോഷം, പിന്നെ അതുപോലെ തന്നെ അതിന്റെ പരിമിതികൾ, അതെങ്ങനെ സമൂഹത്തെ ബാധിക്കുന്നു, ഇതൊക്കെ നിങ്ങൾ പാരഗ്രാഫിൽ തിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ആധികാരിക വിവരം, ഇന്നത്തെ വിവരങ്ങൾ, സ്ഥിതി വിവര കണക്കുകൾ, സർവേ, ഇത്തരം നമുക്കറിയില്ലെങ്കിൽ പോലും ഇത്തരം പഠന റിപ്പോർട്ടുകളിൽ പറയുന്നത് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഴുതുക. 2018 നമ്മൾ ഇത്തരം യുദ്ധക്കെടുതികൾ അനുഭവിച്ചു, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് വിശദീകരിച്ച് എഴുതണം. വിഷയത്തിന്റെ അടിയന്തിരമായിട്ടുള്ള പ്രാധാന്യം, എന്തിനാണ് അടിയന്തിരമായിട്ട് നമ്മൾ ഈ ഒരു വിഷയത്തെ എന്താണ് മുൻഗണന എടുത്തുകൊണ്ട് വേണം നമ്മൾ അല്ലെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇന്നതൊക്കെയാണ് നാളെ സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിഷയത്തിന്റെ പ്രാധാന്യമൊക്കെ വ്യക്തമാക്കണം. എന്നിട്ട് ഉപസംഹാരം കൂടെ, നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഉപസംഹാരം കൂടെ ഒന്നുകൂടെ ഒന്ന് ക്രോഡീകരിച്ച് പറയുക. അപ്പം ആമുഖം വേണം, വിഷയത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കണം, ഇന്നത്തെ ആധികാരിക സ്ഥിതി വിവര കണക്കുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും കണക്കുകളൊക്കെ രേഖപ്പെടുത്തണം, ഇന്നത്തെ കാലത്ത് എത്രത്തോളം പ്രാധാന്യമാണ് ആ വിഷയം ചർച്ച ചെയ്യേണ്ട പ്രാധാന്യം എന്താണ്, അത്രത്തോളം പ്രസക്തമായിട്ട് ഇന്ന് ഇത് എങ്ങനെയാണ് സമൂഹത്തെ ബാധിക്കുന്നത് എന്നതിനെ കുറിച്ചൊക്കെ വിശദീകരിച്ചോളണം. അടുത്തതാണ് പ്രഭാഷണം ഓർ പ്രസംഗം. അതിൽ നമുക്ക് വേണ്ട ആദ്യത്തേത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സംബോധനയാണ്. മാന്യരെ, ബഹുമാന്യരെ എന്നൊക്കെ കുറിച്ചിട്ട് ആമുഖം, വിഷയത്തെ കുറിച്ചിട്ടുള്ള ഒരു ആമുഖമായിരിക്കണം. തന്ന വിഷയത്തെ കുറിച്ചിട്ടായിരിക്കണം നമ്മൾ ആദ്യം ആമുഖം പറയേണ്ടത്. ഇന്ന വിഷയത്തെ കുറിച്ചാണ് ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് അതിനെക്കുറിച്ച് വിശദീകരണം, ഉദ്ധരണികൾ കൊടുക്കുക. ഉദ്ധരണി എന്ന് വെച്ചാൽ കോട്ടിങ്സും മറ്റ് പലരും പറഞ്ഞിട്ടുള്ള വാക്യങ്ങൾ, അതുപോലെ തന്നെ എന്താണ് വേറെ എന്തെങ്കിലും ഉദാഹരണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആരുടെയെങ്കിലുമൊക്കെ നല്ല വാക്കുകൾ, പാഠഭാഗത്തിലെ ഉദാഹരണങ്ങൾ, ഇതൊക്കെ കോട്ടിങ്സ് ആയി കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് വിശദീകരിക്കാം. പിന്നെ അതുപോലെ തന്നെ സമകാലിക പ്രസക്തി, ഇന്നത്തെ കാലത്ത് ആ ഒരു വിഷയത്തിനുള്ള പ്രസക്തി എന്താണ്, ഇന്നിൻ്റെ കാലത്ത് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടത് ഇന്നൊരു വിഷയമാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ചടുലമായിട്ടുള്ള ഭാഷയാണ്. നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം, അങ്ങനെയല്ലേ, അല്ലെ, ഇത്രയും കാലം എന്താണ് ഇവിടെ ഉണ്ടായത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആ ചോദ്യങ്ങൾ ചോദിക്കുന്ന രീതിയൊക്കെ നമുക്ക് എന്താണ് പ്രഭാഷണത്തിൽ ഉൾപ്പെടുത്താം. പിന്നെ എന്നിട്ട് നമ്മൾ നല്ലൊരു ഉപസംഹാരം, ഇത്തരത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ യുദ്ധത്തിനെ കുറിച്ചിട്ടാണ്, ഇതൊന്നും വേണ്ട, അല്ലെ, നല്ലൊരു നാളേക്കായി നമുക്ക് പ്രവർത്തിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നന്ദി കൂടെ എഴുതണം. അപ്പോൾ സംബോധനയും നന്ദിയും മറന്നു പോകരുത് പ്രഭാഷണം ഓർ പ്രസംഗത്തിൽ എഴുതാൻ വേണ്ടിയിട്ട്. ഇനി അടുത്തത് ആസ്വാദനക്കുറിപ്പാണ്.
ആസ്വാദനക്കുറിപ്പിൽ മെയിൻ ആയിട്ട് നമുക്ക് വേണ്ടത് എന്താണ്? ആ കവിതയ്ക്ക് ഒരു തലക്കെട്ട്, നല്ലൊരു തലക്കെട്ട് നിങ്ങൾക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ആ കവിതയുടെ തലക്കെട്ട് നിങ്ങൾക്ക് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ കവിയെ കുറിച്ചിട്ട്, നിങ്ങൾക്ക് അറിയുന്ന കവിയാണെങ്കിൽ ആ കവിയെ കുറിച്ച് വിശദീകരിക്കുക. നിങ്ങൾക്ക് അറിയാത്തൊരു കവിതയായിരിക്കും തരിക, അപ്പോൾ ആ തന്നിരിക്കുന്ന കവിതയിൽ കവിയെക്കുറിച്ച് അറിയെങ്കിൽ അത് എഴുതാം. പിന്നെ അതുപോലെ തന്നെ കവിതയുടെ ആശയം, അതുപോലെ തന്നെ അതിൻ്റെ ഭംഗി, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ലൈവിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രാസഭംഗി, കാവ്യഭംഗി, അങ്ങനത്തെ ഭംഗികളൊക്കെ എഴുതാം. പിന്നെ അതുപോലെ തന്നെ അതിലെ ഓരോ പ്രയോഗങ്ങളുണ്ട്. ഇതിപ്പോൾ തുമ്പപ്പൂവിനെ കുറിച്ചിട്ടാണ്. നിങ്ങൾക്ക് എന്താണോ കവിത തന്നിട്ടുള്ളത് ആ കവിതയുടെ പ്രയോഗങ്ങൾ, കാര്യങ്ങളും ഒക്കെ എടുത്തെഴുതിക്കൊണ്ട് അതിൻ്റെ മഹത്വം, പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഇന്നത്തെ കാലത്ത് സമൂഹത്തിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ, ഇന്നത്തെ കാലത്തെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നതാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിശദീകരിച്ചുകൊണ്ടായിരിക്കണം നിങ്ങൾ എഴുതേണ്ടത്. എന്നിട്ട് ആകർഷകമായിട്ട് നിങ്ങൾ അത് അവതരിപ്പിച്ചോളണം. ഇങ്ങനെ കൃത്യമായിട്ട് കവിയെക്കുറിച്ചിട്ടും തലക്കെട്ടിനെ കുറിച്ചിട്ടും കവിതയുടെ ആശയത്തെക്കുറിച്ചും ഒക്കെ വിശദീകരിച്ചുകൊണ്ട് അതിലെ പ്രയോഗങ്ങൾ, അതിലെ എന്തെങ്കിലും വരികൾക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെങ്കിൽ അത്, പിന്നെ എന്തിനോടെങ്കിലും ഉപമിച്ചിട്ടുണ്ടെങ്കിൽ അത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുത്തെഴുതിയിട്ട് വളരെ മനോഹരമായിട്ട് നിങ്ങൾ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കിക്കൊള്ളണം. അപ്പോൾ ഉപന്യാസം, മുഖപ്രസംഗം, പ്രഭാഷണം, പ്രസംഗം, ആസ്വാദനക്കുറിപ്പ് എന്നിവ എഴുതേണ്ടത് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ നമ്മുടെ തന്നിട്ടുള്ള സ്ലൈഡുമായിട്ട് ബന്ധിപ്പിച്ച് നിങ്ങൾ അതൊന്ന് പഠിച്ചു നോക്കുക. അപ്പോൾ നമുക്ക് എക്സാം തകർക്കണം. വീണ്ടും കാണാം. അതുവരെ ബൈ ഗായ്സ്.